3 വയസ്സിനുള്ളിൽ ഇന്റർനാഷണൽ റെക്കോർഡുകൾ ഉൾപ്പെടെ 4 റെക്കോർഡുകൾ. അത്ഭുതമായി കുഞ്ഞു ഇവാന. മണ്ണാർക്കാട് പുല്ലിശ്ശേരി പെരിഞ്ചിറയിൽ ശ്രീറാമിന്റെയും കരിമ്പുഴ കോട്ടപ്പുറം തോട്ടര പുത്തൂർക്കളം ദീപാമോഹന്റെയും മകളാണ് ഈ മിടുക്കിക്കുട്ടി. Where is Dr. APJ Abdul Kalam? Yes. Where is Pinarayi Vijayan? Yes. Where is Gandhiji? Yes. Where is V.S. Achudanandan? V.S. Achudanandan. എഴുന്നേറ്റുന്നു. Yes. Okay, where is Dr. B.R. Ambedkar? Dr. B.R. Ambedkar. Yes. കണ്ണിലുടക്കിയാൽ എന്തും മനപ്പാടമാണ് ഈ കൊച്ചുമിടുക്കിക്ക്. ഇംഗ്ലീഷ് മലയാളം അക്ഷരമാലകൾ, ആഴ്ചകൾ, മാസങ്ങൾ, അക്കങ്ങൾ, നക്ഷത്രങ്ങൾ, 500-ൽ പരം വസ്തുക്കളുടെ പേരുകൾ, സംഖ്യകൾ തുടങ്ങി എന്തും മനപ്പാടമാണ് ഇവാന ശ്രീറാമിന്. വിശാഖം അനീരും തെക്കേറ്റ നൂറും ഊരാടും ഒട്ടേത് ജീവന് അഭിത്തും ചതീപുരത്തെ ജീവന്. നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ പേരെന്താ? നാഷണൽ ഫ്ലാഗിന്റെ പേര് അത് തിരങ്ക. നാഷണൽ ഫ്രൂട്ട് ഏതാ? നാഷണൽ ഫ്ലവർ ഏതാ? നാഷണൽ ബേർഡ് ഏതാ? ബേർഡ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ? പ്രൈം മിനിസ്റ്ററിന്റെ പേര്? പ്രൈം മിനിസ്റ്ററിന്റെ പേര് അത് പിന്നെ നാഷണൽ ആനിമൽ ഏതാ? ആനിമൽ ഇതുകൂടാതെ കുട്ടി കവിതകളും അറിയാം. പാട്ടിനോടുള്ള അഭിരുചിയും വേറെയാണ്. മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് കവേർഡ് ബൈ എ യങ് ജീനിയസ് എന്ന കാറ്റഗറിയിലാണ് കലാം വേൾഡ് റെക്കോർഡ് ഇവാനയ്ക്ക് സ്വന്തമായത്. ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഇംഗ്ലീഷ് മലയാളം അക്ഷരമാലകൾ, നക്ഷത്രങ്ങൾ, മാസങ്ങൾ എന്നിവ പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന നിലയിലാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത്. കൂടാതെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയും കുഞ്ഞുപ്രായത്തിൽ ഇവാനയെ തേടിയെത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തു പറഞ്ഞാലും പിന്നീട് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുമായിരുന്നു ഇവാന എന്ന് അമ്മ ദീപ ശ്രീറാമും അമ്മയുടെ അനുജത്തി ദിവ്യമോഹനും പറഞ്ഞു. ഞങ്ങളൊരു 2 വയസ്സ് മുതലൊക്കെയാണ് മോളുടെ കഴിവുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആദ്യം ഒരു കൗതുകമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തിരിച്ച് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു കൗതുകമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളത് വീഡിയോസ് ആയിട്ട് എടുത്തു വെക്കാറുണ്ട്. പിന്നെ അവള് കൂടുതലൊരു ഫോൺ അഡിക്ഷൻ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ബുക്സും ഫ്ലാഷ് കാർഡ്സും ഒക്കെ അങ്ങനെ വാങ്ങി കൊടുക്കാനുണ്ടായത്. അപ്പോൾ അവളത് നമ്മൾ ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് തിരിച്ച് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഞങ്ങളത് കുറച്ച് സീരിയസ് ആയി എടുത്ത് പിന്നെ ഞങ്ങൾ ഫ്ലാഷ് കാർഡ്സും ബുക്സ് ഒക്കെ കുറച്ച് നമ്പേഴ്സൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നിട്ടും ഒക്കെ ഞങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് അതങ്ങനെ നമ്മൾ അതോറിറ്റീസിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നമുക്കൊരു മെയിൽ കൺഫർമേഷൻ വന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒക്കെ. അപ്പൊ അവൾക്ക് ഇപ്പോൾ ഒരു യങ് ജീനിയസ് കിഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. അവള് ഒരു 500-ൽ പരം സാധനങ്ങളുടെയൊക്കെ പേരുകൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ മലയാളം കലണ്ടർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നാളുകൾ, പക്കങ്ങളൊക്കെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ പറയാ, പേഴ്സണാലിറ്റീസിന്റെ പേര്, മാത്സ് ഡയഗ്രാംസിന്റെ പേരുകളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവൾക്കിപ്പോൾ ഒരു യങ് ജീനിയസ് കിഡ് കാറ്റഗറിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഐഡന്റിഫിക്കേഷൻ, മെമ്മറി സ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വന്നിട്ട് ഈ 3 വയസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തത്. ഇതിന് ഏറ്റവും കൂടുതൽ അവളെ ട്യൂട്ടർ ചെയ്യുന്നത് ഞങ്ങളുടെ അമ്മയും അച്ഛനുമാണ്. ചെറുപ്പം മുതലേ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു ഞങ്ങൾ ബുക്സ് വായിക്കണം, ബുക്സ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന, എന്നെയും ചേച്ചീനെയും ട്രെയിൻ ചെയ്തത് അച്ഛനാണ്. അമ്മയും അതുപോലെ തന്നെയാണ് അവളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അപ്പൊ ഒരു മൊബൈൽ സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഒരു എയിം മാത്രമായിരുന്നു. അതിനുവേണ്ടി അവളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ഫ്ലാഷ് കാർഡ്സ്,
കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു സമയം. അങ്ങനെയാണ് ഈ 4 റെക്കോർഡ്സും അവൾക്ക് കിട്ടുന്നത്. ഇവാനയുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞ് എല്ലാ പിന്തുണയും കുടുംബം നൽകുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയതിൽ ഏറെ സന്തോഷത്തിലാണ് ഇവാനയുടെ അമ്മമ്മ കുമാരി മോഹനും. ജോലി കാരണം ഇവിടെ നിൽക്കണു, പിന്നെ ആഴ്ചയിലൊക്കെ 2 ദിവസം അവിടേക്ക് പോവും. അങ്ങനെ ആ സമയങ്ങളിലെ ഇടയിലുള്ള സമയങ്ങളിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവള് ചെറിയ കുട്ടി ആയ മുതൽ ഞങ്ങളുടെ ഒപ്പമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവള് പിന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കണ്ടപ്പോഴാണ് ചെറിയ മോളിപ്പോൾ പിന്നെ MSc മാത്സ് കഴിഞ്ഞ് ഇപ്പോൾ ബാങ്ക് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ അവളുടെ കാര്യങ്ങളിലും കൂടുതൽ അവള് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ഈ റെക്കോർഡിന് വേണ്ടിയിട്ട് അവള് പരിശ്രമിച്ചത്. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.